ട്രേഡേഴ്സ് വെൽക്കം. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 37,950 ലെവലിലാണ്, അതായത് 38,000 എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിൻ്റെ ജസ്റ്റ് താഴെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ എറാറ്റിക് മൂവിന് ശേഷം ഒരു ബിഗ് മൂവ് ഡൗൺ ആൻഡ് ബിഗ് മൂവ് അപ്പിന് ശേഷം മാർക്കറ്റ് നോർമലി ഒരു സൈഡ് വേസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു കൈൻഡ് ഓഫ് മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺസോളിഡേഷൻ, പ്രോഫിറ്റ് ബുക്കിംഗ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് 15 മിനിറ്റ് ചാർട്ടിൽ നോക്കാം നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ പാൻ ഔട്ട് ആയത് എന്നുള്ളത്. അല്ലെങ്കിൽ 5 മിനിറ്റ് ചാർട്ടിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആ കൺസോളിഡേഷൻ കാര്യങ്ങളും. നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഓപ്പണായി, പ്രീവിയസ് ഡേ ലെവലിൽ ഓപ്പണായി കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ, മുകളിലേക്കൊരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ താഴേക്കൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാറ്റേണും കാണാൻ പറ്റും. ഈ പാറ്റേൺ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മൾ കാണേണ്ട വേറൊരു കാര്യം 38,000 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ലെവലാണ്. നമുക്കറിയാം ഒരു ബിഗ് ഫിഗർ റൗണ്ട് നമ്പറാണ്. ഈ ഒരു ലെവലും കൂടി മാർക്കറ്റ് ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു. ഇവിടുന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബ്രേക്ക് ഔട്ട് താഴേക്ക് കിട്ടും. പക്ഷേ ആ ബ്രേക്ക് ഔട്ട് ഒരു 230 പോയിൻറ്റ്സ് മൂവാണ് നമുക്ക് തന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 200 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതൊരു അബ്സല്യൂട്ട്ലി സൂപ്പർ പ്രോഫിറ്റാണ്. ഒരു ലോട്ടിൽ തന്നെ 5,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ പറയാൻ കാരണം പല സമയത്തും നമ്മളുടെ ടാർഗറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് 2 ലെഗിലായി മാർക്കറ്റ് ഇത്ര വലിയ മൂവാണ് നടത്തിയത്. 1000 പോയിൻ്റ് മൂവ് ഒരു ദിവസം ചെയ്യുമ്പോൾ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എല്ലാ സമയത്തും 1000 പോയിൻ്റ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. അത് ഇന്നലെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മൂവ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇത്ര വലിയ ബിഗ് മൂവ്സ് ഉണ്ടാവില്ല. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ എക്സ്പയറി ആണെന്ന് നമുക്കറിയാം. ഒരു വളരെ പെർഫെക്റ്റ് റേഞ്ചിൽ ഒരു അപ്പർ ബൗണ്ടറിയും ലോവർ ബൗണ്ടറിയും മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 38,450 എന്നുള്ള ലെവൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു 38,450, അതുപോലെ ബോട്ടം 37,750 എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു റേഞ്ച് നാളെ കാണാൻ കിട്ടും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെല്ലേഴ്സ് പ്രിഫർ ചെയ്യുക, മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം ഇത് ഈ ഒരു 37,750യുടെ താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ മിക്കവാറും ഈ ഒരു ലെവലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എഗെയിൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനാലിസിസിൽ പറയുന്നത് പോലെ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്. എക്സ്പയറി ഡേ ആകുമ്പം ചില എക്സ്പയറി ഡേയ്സിൽ വളരെ ബിഗ് മൂവ്സ് ഉണ്ടാവും, പക്ഷേ ചില എക്സ്പയറി ഡേയ്സ് കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരിക്കും. ഈ രണ്ട് സൈഡിലും ബ്രേക്ക് ഔട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും താഴേക്കും മുകളിലേക്കും ഏതാണ്ട് ഒരേ ലെവലിലുള്ള ടാർഗറ്റാണ് നമുക്കുള്ളത്. ഈ ടോപ്പ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്കും, അല്ലെങ്കിൽ ബോട്ടം സൈഡ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ താഴേക്കും. എനിവേ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു റേഞ്ചാണ് നമ്മളുടെ നാളത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അത് വെച്ച് ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയൊരു കാര്യമാണ്, ഒരു ഇൻട്രാഡേ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഓരോ മൂവും ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല. നിങ്ങൾ ആ ഒരു രീതിയിൽ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:30 വരെ ഇവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യണം എന്നുള്ള യാതൊരു നിർബന്ധമില്ല. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു കൺജഷൻ സോണാണ് എന്നുള്ളത്. ഇത് നിങ്ങളോട് ഇപ്പം എടുത്ത് വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് കഴിഞ്ഞ ചാർട്ടിലേക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് ഓൾ നിഫ്റ്റി 50 സ്റ്റോക്സിലും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെ സ്റ്റോക്കിലാണുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ചാർട്ട് ഡെയിലി നോക്കി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്കറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്കെല്ലാം അറിയുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നിഫ്റ്റിയുടെ നാളത്തെ മൂവ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വളരെ സിംഗിളായിരുന്നു ഇന്നത്തെ കാര്യം. നിഫ്റ്റി ഇവിടെ ബ്രേക്ക് ഔട്ടിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വലിയൊരു മൂവൊന്നുമല്ല, എങ്കിലും ചെറിയൊരു മുകളിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ സെയിം കാര്യമാണ്. നല്ലൊരു റേഞ്ച് ഇവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. സോ ഈ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുക. അതായത് 17,500, 17,250 എന്ന ലെവലിനുള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നാളത്തെ മോസ്റ്റ് ആൾക്കാരും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഇത് താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് നോക്കേണ്ടി വരും. പല സമയത്തും പറ്റുന്ന കാര്യം ചിലപ്പോൾ ഒരു ഇമ്മീഡിയറ്റ്
ഒരു ഗ്ലോബൽ ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആയാൽ അത് ചിലപ്പോൾ വളരെ സ്പീഡിൽ തന്നെ ഈ ഒരു റേഞ്ചിനുള്ളിലേക്ക് തിരിച്ച് മൂവ് ചെയ്ത് കയറി പിന്നെ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണാറുണ്ട്. ട്രേഡേഴ്സ്, അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ലേണിംഗ് പേർപ്പസിന് വേണ്ടി യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പ്രൈസ് ആക്ഷനെ കുറിച്ച് പഠിക്കാൻ പറ്റും. അത് സ്ലോലി മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാനും പറ്റും. ബിക്കോസ് മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. മാർക്കറ്റ് എന്താണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേണ്ടത്. അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം, അല്ലാതെ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഡെയിലി മാർക്കറ്റിന് ഒരു 2 മണിക്കൂറെങ്കിലും സമയം കൊടുക്കുക പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്ലോലി മാർക്കറ്റിൻ്റെ ഒരു മാർക്കറ്റുമായിട്ട് നമുക്കൊരു സിങ്കിലെത്താൻ പറ്റും. ഈ ഒരു സിങ്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു വിഷയമായിരിക്കില്ല. ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും ട്രേഡ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തും. സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.